എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യുഎഇയിലേക്ക് ദുബായിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അതെടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഈ 3 കാറ്റഗറികളിലുള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു ജോലി ഒഴിവാണ്. നമുക്ക് മറ്റന്നാളാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. ആ ജോലിയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം UAEയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയെ കുറിച്ച്. UAEയിലെ ദുബായിലെ കബി ടാക്സി കമ്പനിയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. 100-ലധികം ജോലി ഒഴിവാണ് നിലവിൽ കബി ടാക്സി കമ്പനിയിലേക്ക് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്ന് കരുതി ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമല്ല ഈ ഒരു ജോലിയിലേക്ക് പരിഗണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 2 വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക. 2 വർഷത്തിന് ശേഷം കമ്പനി നിങ്ങൾക്ക് കോൺട്രാക്ട് പുതുക്കി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാവണം എന്നില്ല, ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം. 21-നും 45-നും ഇടയിലായിരിക്കണം പ്രായം. ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കണം. അതേപോലെ തന്നെ ദേഹത്ത് ടാറ്റു അടിച്ചിരിക്കാൻ പാടുകയില്ല. ടാറ്റു അടിച്ചവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല. ഓക്കെ, സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കബി ടാക്സി കമ്പനിയിൽ ഒരു ഫിക്സഡ് സാലറി ഇല്ല. നിങ്ങൾ ഒരു മാസം ടാക്സി ഓടിയിട്ട് ഏൺ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിന്റെ ശതമാനമായിരിക്കും, അതായത് 40-45% വരെ കമ്പനി നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന ട്രിപ്പിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം ഏൺ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിന് അനുസരിച്ചായിരിക്കും. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു മാസം 2000 ദിർഹത്തിന് മുകളിൽ ഏൺ ചെയ്യാൻ കഴിയും, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നത് മസ്റ്റാണ്. വർക്ക് ചെയ്യാത്ത, കാർ എടുത്തിട്ട് AC ഇട്ടിട്ട് കടന്നുറങ്ങുന്നവരാണെങ്കിൽ ഒരു രക്ഷയില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഏൺ ചെയ്യാൻ കഴിയും, അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈസൻസിന്റെ കാര്യം. ലൈസൻസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് എടുത്തരും. അതിന്റെ എക്സ്പെൻസ്, ലൈസൻസിന്റെ എക്സ്പെൻസ് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കമ്പനി കട്ട് ചെയ്യുന്നതാണ്. പതിയെ ആയിരിക്കും കട്ട് ചെയ്യുക. ഓക്കെ, ഒറ്റയടിക്ക് എന്തായാലും കട്ട് ചെയ്യില്ല, പതിയെ ആയിരിക്കും കട്ട് ചെയ്യുക. അതേപോലെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈസൻസ് കമ്പനി പൈസ കൊടുത്തിട്ട് നിങ്ങളൊരു ടെസ്റ്റും ചെയ്യാതെ നിങ്ങൾക്ക് എടുത്തു തരുന്നതല്ല. നിങ്ങൾ അവിടെ പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കണം, പാസ്സാവണം. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വട്ടം പാസ്സാവുന്നവർക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. രണ്ടാം തവണ, ആദ്യത്തെ തവണ പാസ്സായില്ല, ഫെയിലായി, 2ാം തവണ ടെസ്റ്റിന് പോയി അവിടെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാം. അതും ഫെയിലായി കഴിഞ്ഞാൽ 3ാമത്തെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്, UAE ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് എപ്പോഴാണോ ലഭിക്കുന്നത്, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ജോലിയിൽ കയറാൻ കഴിയില്ല. അതുവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും. റൂമിൽ ഇരിക്കുന്നത് വരെയുള്ള ഫുഡ് അലവൻസ് കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈസൻസ് എടുക്കുന്ന വരെയുള്ള ട്രെയിനിങ് പീരീഡ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാം. ആ ഒരു സമയം, ലൈസൻസ് എടുക്കുന്നത് വരെയുള്ള സമയം ഫുഡ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ജോലി ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് നിങ്ങളോട് ഡയറക്റ്റ് പറയും. ക്ലയന്റ് ഇന്റർവ്യൂ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലയന്റിനോട് ഡയറക്റ്റ് ചോദിക്കാം. ആ സംശയങ്ങളൊക്കെ തീർത്തിട്ട് നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക് നോക്കിയാൽ മതി. പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുക. അതിനുശേഷം മാത്രം അതിലേക്കുള്ള വിസ പ്രൊസീജിയറിലേക്ക് കടന്നാൽ മതി. അപ്പോൾ മറ്റന്നാളാണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നത്. കോഴിക്കോട് വെച്ചിട്ടാണ് ഇന്റർവ്യൂ. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 95391262 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട.